നെറ്റ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതാധികാര സമിതി രൂപീകരിച്ച കേന്ദ്ര സർക്കാർ ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് സമിതി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കലാണ് സമിതിയുടെ ലക്ഷ്യം. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ബീഹാർ പോലീസ് ജാർഖണ്ഡിൽ നിന്ന് 6 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CSIR നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പരീക്ഷ മാറ്റിവെച്ചത്. ജിൽബി തോമസൺ ചേരുകയാണ്. ജിൽബി, എന്തൊക്കെയാണ് വിവരങ്ങൾ? വസുധ, ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്നാണെന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 5 പേരെ കൂടി ഇപ്പോൾ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 40 ലക്ഷം രൂപ നൽകിയാണ് മകന് വേണ്ടി ചോദ്യപേപ്പർ സംഘടിപ്പിച്ചതെന്ന് അറസ്റ്റിലായ ഒരു പിതാവ് മൊഴിയും നൽകിയിട്ടുണ്ട്. 30 മുതൽ 50 ലക്ഷം വരെ വിലയിട്ടാണ് ചോദ്യപേപ്പർ വിറ്റതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുപോലെ തന്നെ ഈ ഗുജറാത്തിലെ നീറ്റ് ക്രമക്കേടിൽ 30 രക്ഷിതാക്കളെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു വിദ്യാർത്ഥിയെ, നിഖിൽ എന്ന വിദ്യാർത്ഥിയെ CBI UPയിലെ കുഷിനഗറിൽ നിന്നും കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഈ CSIR നെറ്റ് പരീക്ഷയും മാറ്റിവെച്ചിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയം. അതും ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർന്നു, അതായത് ഡാർക്ക് വെബിൽ ഇതിന്റെ ചോദ്യപേപ്പർ കണ്ടെത്തി എന്നുള്ള വിവരങ്ങൾക്ക് പിന്നാലെയാണ് ഈ ചോദ്യപേപ്പർ എക്സാം മാറ്റിയതെന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഇപ്പോൾ വന്നതിന് പിന്നാലെ ഒരു ഉന്നത സമിതിയെ കൂടി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ്. അതായത് മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ 7 അംഗ ഉന്നതതല സമിതിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് NDAയുടെ സുതാര്യത ഉറപ്പാക്കാനാണ് ഇത്തരത്തിലൊരു സമിതി എന്നുള്ള വിശദീകരണം കേന്ദ്രം നൽകുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ ഈ സമിതിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ചോദ്യപേപ്പർ വിഷയത്തിൽ ബീഹാർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് റിപ്പോർട്ടും കൈമാറിയിട്ടുണ്ട്. നിർണായക വിവരങ്ങൾ കൈമാറി എന്ന് തന്നെയാണ് സൂചന. എന്തായാലും ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ സമിതി രൂപീകരിച്ച് അല്ലെങ്കിൽ വിജ്ഞാപനങ്ങളൊക്കെ നടത്തി അതിൽ ഒരു തടുത്തപ്പാനുള്ള ശ്രമം തന്നെ കേന്ദ്ര സർക്കാരും ഇതിന് പിന്നാലെ നടത്തുകയാണ്. ജിൽബി തോമസനാണ് വിവരങ്ങൾ നൽകിയത്.